രണ്ടാം ടെസ്റ്റിന് മുൻപ് WTC ടേബിളിൽ 5ാമതായിരുന്നു ടീം ഇന്ത്യ. ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം കടുത്ത വിമർശനം രോഹിത്തിനെതിരെയും ഉയർന്നിരുന്നു. എന്നാൽ വെറും 2 ദിവസം കൊണ്ട് കളി തീർത്ത് രോഹിത്തിന്റെയും ടീം ഇന്ത്യയുടെയും മറുപടി. സൗത്ത് ആഫ്രിക്കയെ പിന്തള്ളി WTC പോയിന്റ്സ് ടേബിളിലും ടീം 1ാമത്. പെനാൽറ്റിയായി 2 പോയിന്റ് കുറഞ്ഞിട്ടും 54.16% നേടാനും ടീമിനായി. പിച്ചിലെ ചതിക്കുഴി ആതിഥേയർക്ക് തന്നെ വിനയാകുന്ന കാഴ്ചയാണ് രണ്ടാം ദിവസവും കണ്ടത്. ഇന്നിംഗ്സ് തോൽവി ഉണ്ടാകുമോ എന്നതായിരുന്നു ചോദ്യം. മക്രാമിന്റെ സെഞ്ചുറിയാണ് അവരെ വൻ നാണക്കേടിൽ നിന്ന് കരകയറ്റിയത്. കേപ്പ് ടൗണിൽ ഒരു ടെസ്റ്റ് ജയിക്കുന്ന ആദ്യ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ഇനി രോഹിത്തിന് സ്വന്തം. പല ക്യാപ്റ്റന്മാർ വന്നുപോയിട്ടും കേപ്പ് ടൗൺ ഒരു ബാലികേറാമലയായിരുന്നു. എറിഞ്ഞ പന്തുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗം പൂർത്തിയായ ടെസ്റ്റായിരുന്നു ഇത്. 642 പന്തുകൾ മാത്രമാണ് ആകെ മത്സരത്തിൽ എറിഞ്ഞത്. സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യയുടെ 5ാമത്തെ മാത്രം ടെസ്റ്റ് ജയം. ഇവിടെ ഒരു പരമ്പര ജയമെന്ന സ്വപ്നം ഇനിയും ബാക്കിയാണ്. 3ാം തവണയാണ് ഇന്ത്യ കളിച്ച ടെസ്റ്റ് 2 ദിവസം കൊണ്ട് പൂർത്തിയാകുന്നത്. 2018 ബംഗളൂരുവിൽ നടന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റും 2021 അഹമ്മദാബാദിൽ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റുമാണ് ബാക്കി 2 എണ്ണം. ആദ്യ ഇന്നിംഗ്സിൽ സൗത്ത് ആഫ്രിക്കയെ തകർത്തെറിഞ്ഞ മുഹമ്മദ് സിറാജാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ജസ്പ്രീത് ബുംറ, ഡീൻ എൽഗർ എന്നിവർ പ്ലെയർ ഓഫ് ദ സീരീസും. വളരെ സന്തോഷവാനായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. സെഞ്ചുറിയനിലെ തോൽവിയിൽ നിന്ന് തെറ്റുകൾ തിരുത്തി മുന്നേറാനായി. ബൗളേഴ്സിനാണ് ഫുൾ ക്രെഡിറ്റ്. ചില പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നു, അതൊക്കെ വർക്കായി. 100 റൺസ് ലീഡ് നേടാനായത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങളായി ഓവർസീസിൽ ടീം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പിച്ചിനെ പറ്റി യാതൊരു കംപ്ലൈൻറ്റുമില്ല. ഇത്തരം പിച്ചുകളിൽ കളിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സവുമില്ല. പക്ഷേ നിങ്ങൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പിച്ചുകളെക്കുറിച്ചും വിവാദമുയർത്തരുത്, രോഹിത് പറഞ്ഞു. ഇത്തരം പിച്ചുകൾ ഞങ്ങൾക്ക് ചലഞ്ചിങ് ആണെങ്കിൽ ഇന്ത്യൻ പിച്ചുകൾ ബാക്കിയുള്ളവർക്കും ചലഞ്ചിങ് ആവണം, ക്യാപ്റ്റൻ തുറന്നടിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത പരമ്പര. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.